മാത്തൂട്ടിയുടെ ഹായ് പറഞ്ഞേ. പ്രസന്റേഷന് പറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളായിരുന്നു. ഇന്ന് നമ്മളൊരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന് 2 വയസ്സ് തികയാണ്. ആ വ്ലോഗോടൊപ്പം തന്നെ അവന് ഞങ്ങളൊരു 4 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അത് എൻ്റെ ഹസ്ബൻഡാണ് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അതുപോലെ തന്നെ മാത്തൂട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ നല്ല സ്വാദിഷ്ടമായ ഫുഡ് എല്ലാവർക്കും കൊടുത്തു. അത് നമ്മുടെ കോതമംഗലത്തെ ബീച്ചേട്ടൻ്റെ കാറ്ററിംഗ് സർവീസിൽ നിന്നാണ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത്. ബീച്ചേട്ടന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, റോയൽ ഫുഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ എല്ലാവരും പോയി അത് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ 1 കിലോയുടെ 3 സ്ക്വയർ ഷേപ്പിലുള്ള കേക്കുകളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വാനില കേക്കാണ് ഇത്. 1 kg വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഐ ബട്ടണിലും കൊടുക്കാം. മുന്നേ നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത് സ്ക്വയർ ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 വെച്ചിട്ടാണ് ഇത് 3 നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് നേരത്തെ പറഞ്ഞല്ലോ 1 കിലോയുടെ 3 സ്ക്വയർ കേക്കാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അല്പം വലിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഞാനൊരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മലാസിൻ്റെ സ്ട്രോബെറിയുടെ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് മുകളിലോട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ സൈഡിലും ടോപ്പിലും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം എടുത്ത് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിന് മേളിൽ കൂടെ ഞാനൊരു ലൈൻ ഇങ്ങനെ കൊടുക്കുവാണ്. ഒരു ക്രോസ് ആയിട്ടുള്ള ലൈൻ കൊടുക്കുവാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ വയലറ്റ് കളറിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ ബോർഡറിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്.
ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് പേര് എഴുതേണ്ടത്. ഇവിടെ 1-2 ഫ്ലവറൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫോണ്ടനും കൊണ്ടാണ് പേര് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് റെഡിമെയ്ഡായിട്ടുള്ള ഫോണ്ടനാണ് മേടിച്ചേക്കുന്നത്. ഇത് നമ്മൾ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പരത്തി എടുത്തിട്ട് ഇപ്പോൾ ആ പേര് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫോണ്ടൻ്റ് ആൽഫബറ്റ് കട്ടറും കൊണ്ട് ഞാനിവിടെ പേര് കട്ട് ചെയ്തിരുന്നത് ജോഹാനും ഷാജിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാത്തുരിയുടെ ശരിക്കുള്ള പേര് ജോഹാൻ എന്നാണ്. പിന്നെ ഷാജി എന്നുള്ളത് മാത്തുരിയുടെ അങ്കിളിൻ്റെ പേരാണ്. 2 പേരെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ആണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിന്ന് കേക്കിലോട്ട് പ്ലേസ് ചെയ്തെടുക്കാം. പിന്നെ കേക്കിൻ്റെ മുകളിൽ പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം ഫ്ലവർ സ്റ്റാർ നോസിലും കൊണ്ട് ഫ്ലവർ വരയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ പേര് ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്ലവർ വരച്ച് കൊടുക്കുകയും ഈ പേര് എഴുതിയേക്കണതിൻ്റെ ആ ഭാഗം ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക.